ഇന്ന് നമുക്ക് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മെഡിക്കൽ ക്രൈം ത്രില്ലർ സീരീസായ ഫാർമയുടെ കഥ നോക്കിയാലോ? ഇതിൽ മുഴുവൻ 8 എപ്പിസോഡുകളാണുള്ളത്. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് 2026 ഡോക്ടറായ രാജീവ് ഇന്റർവ്യൂ കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. വലിയ വലിയ മരുന്ന് കമ്പനികൾ മരുന്നുകൾക്ക് വൻതുക ഈടാക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്കും മരുന്നൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട് മരുന്നിന് വില കുറച്ചു കൊടുക്കുന്ന സാത്തി എന്ന സംഘടന രൂപീകരിച്ചു. അവരുടെ ആദ്യത്തെ മെഡിക്കൽ ഷോപ്പ് 2006 ആരംഭിച്ചു. എന്നാൽ ഇത് വൻകിട മരുന്ന് കമ്പനികൾക്ക് ഒരടിയായതുകൊണ്ട് തന്നെ സാത്തി എന്ന സംഘടനയും അവർ നിർമ്മിച്ച ആ ഒരു മെഡിക്കൽ ഷോപ്പിനെയും തകർക്കുവാനായിട്ട് ഒരുപാട് പേർ ശ്രമിച്ചിരുന്നു. അതേ വർഷമായിരുന്നു നായകനായ വിനോദ് മെഡിക്കൽ റെപ്പായിട്ട് RX ലൈഫ് എന്ന ഫാർമസ്യൂട്ടിക്കൽസിൽ ജോലിക്ക് കയറുന്നതും. അവിടെ വർക്ക് ചെയ്യുന്ന അലക്സിന്റെ കീഴിലായിരുന്നു വിനോദ് വർക്ക് ചെയ്യുന്നത്. വിനോദിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അലക്സ് പറഞ്ഞു കൊടുക്കുന്നു. വിനോദിന്റെ അമ്മയാണെങ്കിലോ ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നു. ആ ഒരു കാര്യമൊക്കെ വിനോദ് പറയുന്നുമുണ്ട്. എന്നാൽ അതൊന്നും അലക്സ് മൈൻഡ് ചെയ്യുന്നില്ല. നിനക്കറിയാവുന്ന കാര്യങ്ങളും നീ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ മറന്നേരാ, ഞങ്ങൾ പറയുന്നത് നീ ചെയ്താൽ മതിയെന്നായിരുന്നു അലക്സ് പറഞ്ഞതും. അങ്ങനെ വിനോദിനെയും കൂട്ടി അവർ സ്ഥിരം പോകാറുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കാണുവാനായും പോകും. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവിടെ വിനോദിനെ പോലെ ഒരുപാട് മെഡിക്കൽ റെപ്പുമാരുണ്ടായിരുന്നു. അതേ സമയമായിരുന്നു ഡോക്ടറിന്റെ അമ്മ മരിച്ചത് കൊണ്ട് തന്നെ എല്ലാ മെഡിക്കൽ റെപ്പുമാരും അവിടെ നിന്ന് തിരികെ പോകുന്നതും. എന്നാൽ എല്ലാവരും തിരികെ പോയി ആരെ കാണുവാനായിട്ടും ഡോക്ടർ കൂട്ടാക്കുന്നില്ലെങ്കിലും പക്ഷേ അലക്സ് വിനോദിനെയും കൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലും. കാരണം ഡോക്ടറും ഈ ഒരു RX ലൈഫ് എന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായിട്ട് നല്ല ടൈപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ കാണാതെ ഇവരെ ഡോക്ടർ കാണുവാനായിട്ട് തീരുമാനിച്ചതും. 300 പ്രിസ്ക്രിപ്ഷനിലെങ്കിലും ഡോക്ടർ ഇവരുടെ മരുന്ന് എഴുതി കഴിഞ്ഞാൽ ഡോക്ടറിന് ഒരുപാട് ഓഫറാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. വിദേശ ട്രിപ്പ് മാത്രമല്ല, ഇപ്പോൾ ഡോക്ടറിന്റെ അമ്മ മരിച്ചതിന്റെ ആ ഒരു മരണാനന്തര ചടങ്ങ് പോലും ഈ കമ്പനി നടത്തും. ഇത്രയും വലിയ ഓഫറൊക്കെ കൊടുത്തതുകൊണ്ടാണ് ഡോക്ടർ ഇവരെ മാത്രം പരിഗണിച്ചതും. ഇങ്ങനെയുള്ള ഡോക്ടർമാരെ മാത്രമേ അലക്സൻ ടീമും കയ്യിലെടുക്കൂ. അല്ലാതെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരാരും ഇവരെ പോലുള്ളവരെ അടുപ്പിക്കത്തേയില്ല. എന്നാൽ അവിടെ മറ്റൊരു പ്രശ്നം നടക്കുകയാണ്. എന്തെന്നാൽ ഒരു ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ അയാളുടെ ക്യാൻസർ രോഗിയായ ഭാര്യയും കൊണ്ട് അവിടെ ചികിത്സയ്ക്ക് വന്നിരിക്കുകയാണ്. ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നിന് RX ലൈഫ് ഈടാക്കിയത് വലിയ തുകയും രാജീവ് നടത്തുന്ന സാത്തി എന്ന സംഘടനയിൽ മരുന്നിന് വിലക്കുറവുമായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞ് ഓട്ടോ ഡ്രൈവർ ആണെങ്കിൽ പ്രശ്നമുണ്ടാക്കും. രാജീവും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടേക്ക് അലക്സും വിനോദും എത്തുകയാണ്. അലക്സ് ഓട്ടോ ഡ്രൈവറോട് പറയുന്നത്, ഞാനൊരു മൊബൈലോ ഡ്രസ്സോ വാങ്ങുകയാണെങ്കിൽ അത് വില കുറഞ്ഞത് തേടി പോകും. ഞാൻ എന്റെ മകളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വില കുറഞ്ഞ മരുന്ന് തേടി പോകാറില്ല. വില കൂടിയതാണെങ്കിലും എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് വാങ്ങുമെന്നായിരുന്നു അലക്സ് പറഞ്ഞതും. അലക്സ് പറഞ്ഞത് ആ ഒരു ഓട്ടോ ഡ്രൈവർ ചിന്തിക്കുവാനായും ആരംഭിച്ചു. അതോടുകൂടി തനിക്ക് പ്രശ്നമില്ല എന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. അലക്സ് എന്താണോ വിചാരിച്ചത് ആ ഒരു കാര്യം അലക്സ് നടത്തി. ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്യുകയാണ്. നടക്കുന്നതെല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ രാജീവും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. കണ്ടോ, ഇതുപോലെയാ പ്രോബ്ലംസ് ഒക്കെ വന്നാൽ അത് സോൾവ് ചെയ്യേണ്ടതെന്നും അലക്സ് പ്രത്യേകം വിനോദിനോട് പറയുന്നുണ്ട്. അങ്ങനെ വിനോദ് ആ ഒരു ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായ ജാനകിയും പരിചയപ്പെടുന്നു. ഇനി മുതൽ മരുന്നിന്റെ കാര്യത്തിന് ജാനകിക്കടുത്തേക്കും വിനോദ് വരേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് ജാനകിയുമായിട്ട് നല്ല കമ്പനിയായതും. മാത്രമല്ല, ഓരോ മെഡിക്കൽ ഷോപ്പിലും ചെന്നിട്ട് അവിടെ ഇവരുടെ മരുന്നുകൾ എങ്ങനെയൊക്കെ വിറ്റുപോയി, വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിക്കുവാനായിട്ടും വിനോദിനോട് പറയും. ആദ്യമായിട്ട് ജോലിക്ക് കയറിയത് കൊണ്ട് തന്നെ മറ്റുള്ളവരോടൊക്കെ നല്ലോണം സംസാരിക്കുന്നതിനും അവരെ എങ്ങനെ സംസാരിച്ച് വീഴ്ത്തണമെന്നൊന്നും വിനോദിന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും ഓരോരുത്തരും അവനെ ഒഴിവാക്കാനാണ് പതിവ്. മാത്രമല്ല, ചില മരുന്നുകളൊന്നും വിറ്റുപോയില്ല എന്ന് പറഞ്ഞ് വിനോദിനെ തിരിച്ചേൽപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ RX ലൈഫ് അവരുടെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പുതിയൊരു മരുന്ന് ഇറക്കുവാനായും പോവുകയാണ്. ആ ഒരു മരുന്ന് ഗർഭിണികൾക്കും ഉപയോഗിക്കുവാനായി കഴിയുന്നതാണ്. അങ്ങനെ വിനോദിനെ അലക്സ് ഓരോ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ഡോക്ടേഴ്സിനെ പരിചയപ്പെടുത്തും. എന്നാൽ ഒരു ഡോക്ടറിനോട് വിനോദ് സംസാരിക്കാമെന്ന് പറയും. പക്ഷേ ആ ഡോക്ടറിന് വിനോദിന്റെ സംസാരം അത്ര ഇഷ്ടമാകുന്നതേയില്ല. അവനോട് ഇറങ്ങിപ്പോകുവാനായും പറയും. അലക്സ് പറയുന്നത് അയാൾ ഇങ്ങനെ തന്നെയാ, അയാൾ അല്പം ചൂടനാ, അയാളെ ഒരു വഴിക്കാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നായിരുന്നു അലക്സിന്റെ മറുപടിയും. എങ്ങനെയെങ്കിലും അയാളെ ഒന്ന് സംസാരിച്ച് നേരെയാക്കി എടുക്കണമെന്നും അലക്സ് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ജോലി കഴിഞ്ഞ് വിനോദ് നടന്നു വരികയായിരുന്നു. വിനോദിന് നന്ദ എന്നൊരു കാമുകിയുമുണ്ട്. വിനോദ് ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് നന്ദയും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ നടന്നു വരുന്ന വഴിയില്, അതും രാത്രി സമയം, രാജീവ് നടത്തുന്ന മെഡിക്കൽ ഷോപ്പ് ആരോ കത്തിച്ചിരിക്കുന്നു. അതിനു മുന്നിലിരിക്കുകയാണ് രാജീവ്. അത് കണ്ടതും വിനോദ് ഷോക്കായി പോവുകയാണ്. കാരണം ഒരുപാട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ആ ഒരു മെഡിക്കൽ ഷോപ്പ് ഉപയോഗമായിട്ടുണ്ട്. ആ കാര്യം വിനോദിന് നന്നായിട്ട് അറിയാം. കത്തിക്കൊണ്ട് നിൽക്കുന്ന മെഡിക്കൽ ഷോപ്പിനെ സങ്കടത്തോടു കൂടി നോക്കി നിൽക്കുന്ന രാജീവിനടുത്തേക്ക് എത്തുകയാണ് വിനോദ്. ആ ഒരു മെഡിക്കൽ ഷോപ്പ് കത്തി നശിക്കുന്നത് കണ്ട് വിനോദിന്റെ കണ്ണും നിറയുകയാണ്. അത് രാജീവ് ശ്രദ്ധിക്കുന്നുണ്ട്.
ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് 2018 കാണിക്കുന്നതും. അങ്ങനെ അലക്സ് എല്ലാ മെമ്പേഴ്സിനെയും വിളിച്ചു ചേർത്ത് മീറ്റിംഗ് നടത്തുകയാണ്. പുതുതായി ജോയിൻ ചെയ്ത എല്ലാവരും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിനോദ് മാത്രം ഒന്നും ചെയ്തിട്ടില്ല. അവൻ വെറും സീറോയിൽ നിൽക്കുകയാ. അതുകൊണ്ട് തന്നെ അലക്സ് വിനോദിനെ ഒരുപാട് വഴക്ക് പറയും. മാത്രവുമല്ല, RX ലൈഫ് പുതിയ മരുന്നിറക്കുവാനായും പോവുകയാണല്ലോ. ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ച് ഒരുപാട് ജനങ്ങളിലേക്ക് മരുന്ന് എത്തിക്കണമെന്നും അലക്സ് പറയുന്നു. നന്നായി സെയിൽ നടത്തുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റും കാണുമെന്നും അലക്സ് പറയും. അത് കേട്ട വിനോദ് എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യത്തിലെങ്കിലും താൻ സക്സസ് ആവണം, നന്നായിട്ട് സെയിൽ നടത്തണമെന്നും തീരുമാനിക്കുന്നു. അന്നേ ദിവസം രാത്രി പോകുവാനായി ഇറങ്ങുന്ന വിനോദിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കോള് വരുന്നു. എന്തെന്നാൽ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്ന് തീർന്നിരിക്കുന്നു. വിനോദിന്റെ കമ്പനിയുടെ മരുന്ന് എത്തിക്കുമോ എന്ന് ചോദിക്കും. സന്തോഷത്തോടു കൂടി വിനോദ് മരുന്നും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആദ്യമായിട്ട് സെയിൽ നടന്നതിന്റെ സന്തോഷമായിരുന്നു വിനോദിന്. പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെയായിരുന്നു മറ്റൊരു മെഡിക്കൽ ട്രിപ്പിനെ കാണുന്നതും. ആ മെഡിക്കൽ ട്രിപ്പാണെങ്കിലോ വിനോദിന്റെയൊക്കെ കമ്പനി കുറ്റം പറയുകയാണ്. നിങ്ങളുടെ കമ്പനിക്കാര് കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ഡോക്ടർമാരെ മാത്രമല്ലേ കയ്യിലെടുക്കൂ, സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഡോക്ടർമാര് നിങ്ങളെ അടുപ്പിക്കുമോ എന്നൊക്കെയാണ് വിനോദിനോട് ആ ഒരു മെഡിക്കൽ ട്രിപ്പ് പറയുന്നത്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു വിനോദിനെ കാണുവാനായിട്ട് ഒരാൾ വന്നതും. അത് രാജീവ് പറഞ്ഞു വിട്ടിട്ട് വന്നതാണ്. രാജീവിന് നിന്നെ കാണണമെന്ന് പറഞ്ഞ് രാജീവിന്റെ വിസിറ്റിംഗ് കാർഡും വിനോദിന് കൊടുക്കുന്നു. അതേ സമയമായിരുന്നു വിനോദിന്റെ കാമുകിയായിട്ടുള്ള നന്ദ വിനോദിനെ കാണുവാനായിട്ട് വന്നതും. ഈ നന്ദ RX ലൈഫിന്റെ മുംബൈ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നതും. ജോലിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വിനോദ് നന്ദയോട് പറയും. അങ്ങനെ കഷ്ടപ്പെട്ട് നീ എന്തിനാ അതിൽ പിടിച്ചു നിൽക്കുന്നത്, വേറെ വല്ല ജോലിയും നോക്കിക്കൂടെ എന്ന് നന്ദ ചോദിക്കുന്ന സമയത്ത്, ഈ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നു. അമ്മയുടെ ഡയാലിസിസിന്റെ കാര്യമൊക്കെ കമ്പനിയല്ലേ നോക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാ വിട്ടുപോകുന്നത്, എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് സെയിൽ നടത്തണമെന്നും വിനോദ് പറയും. RX ലൈഫിന്റെ പുതിയ മരുന്ന് ലോഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു മരുന്ന് എല്ലാവരിലേക്കും എത്തിക്കുവാനായിട്ടും വിനോദ് ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് വിനോദ് ആദ്യം ഒരു പ്ലാൻ ചെയ്യും. ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള മരുന്നായതുകൊണ്ട് തന്നെ ഗൈനക്കോളജിസ്റ്റിനെയാണ് അവൻ ഫോക്കസ് ചെയ്യുന്നത്. നേരെ എത്തിയത് ജാനകിക്കടുത്തേക്കും. മരുന്ന് നല്ലതാണെന്നും ഗർഭിണികൾക്കും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ വളർച്ചയ്ക്കും ഈ ഒരു മരുന്ന് കൊണ്ട് നല്ല ഉപയോഗമാണെന്നുമൊക്കെ അവൻ പറഞ്ഞു മനസ്സിലാക്കുന്നു. അങ്ങനെ ജാനകിയാണെങ്കിലോ ഒരുപാട് ഗർഭിണികളിലേക്ക് ആ ഒരു മരുന്ന് എഴുതുവാനായും ശ്രമിക്കും. ആദ്യം അവൾ എഴുതിയത് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാവിത്രി എന്ന നഴ്സിനായിരുന്നു. ആ നഴ്സ് 2 മാസം പ്രഗ്നന്റ് ആണ്. അതിനുശേഷം പിന്നീട് വരുന്ന എല്ലാ ഗർഭിണികൾക്കും ആ ഒരു മരുന്ന് എഴുതി കൊടുക്കുവാനായും തുടങ്ങി. മാത്രവുമല്ല, തനിക്കറിയാവുന്ന എല്ലാ ഗൈനക്കോളജിസ്റ്റുമാരെയും വിനോദിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും മാത്രവുമല്ല ആ ഹോസ്പിറ്റലിലുള്ള മറ്റ് ഗൈനക്കോളജിസ്റ്റുമാരെയും വിനോദ് കയ്യിലെടുത്തു. അവരെല്ലാവരും വരുന്ന പേഷ്യൻസിനെല്ലാം എഴുതി കൊടുക്കുവാനായും തുടങ്ങി. അതോടുകൂടി മരുന്നിന് ഡിമാൻഡ് കൂടി. അങ്ങനെ വിനോദാണെങ്കിൽ ഒരുപാട് സെയിൽ നടത്തിയത് കൊണ്ട് തന്നെ എംപ്ലോയി ഓഫ് ദ മന്ത് അവനായി മാറി. എല്ലാവരും അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പതിയെ പതിയെ അവൻ നമ്പർ 1 എംപ്ലോയി ആയി മാറി. അതുകൊണ്ട് തന്നെ RX ഫാർമസ്യൂട്ടിക്കൽസ് അവനൊരു കാറും ഗിഫ്റ്റ് നൽകി. അതിന്റെ പാർട്ടി നടക്കുകയാണ്. പതിയെ പതിയെ എന്റെ സ്ഥാനത്തേക്ക് ഇനി നീ വരുമെന്നും അലക്സ് വിനോദിനെ അഭിനന്ദിക്കുന്നു. മാത്രമല്ല, വിനോദിനോട് സംസാരിച്ചപ്പോൾ ദേഷ്യപ്പെട്ട ആ ഒരു ഡോക്ടറില്ലേ, ആ ഡോക്ടറിനെ മെരുക്കുവാനായിട്ടുള്ള ഒരു ഐഡിയയും അലക്സ് പറഞ്ഞു കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഡോക്ടറിന് ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തതും. അത് കാണുന്ന വിനോദിന് വല്ലാത്ത ദേഷ്യവും സങ്കടവും മുക്കി വരുന്നു. മരുന്നിന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുക്കാൻ പോലും കമ്പനി തയ്യാറാകുന്നല്ലോ എന്നതായിരുന്നു വിനോദിന്റെ മനസ്സിലും. വിനോദിന്റെ ആ ഒരു വളർച്ചയിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിരുന്നു. വിനോദിന്റെ ജീവിതം പതിയെ പതിയെ മെച്ചപ്പെട്ടു തുടങ്ങി. RX ലൈഫ് കണ്ടുപിടിച്ച മരുന്ന് ഒരുപാട് വിപണികളും കീഴടക്കിയിരിക്കുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി 2018 കാലഘട്ടമാണ് കാണിക്കുന്നത്. എങ്ങനെയാണോ വിനോദ് ആദ്യമായിട്ട് ജോലിക്ക് കയറിയത്, അതുപോലെ തന്നെ മഷൂദ് എന്നൊരു പയ്യൻ എത്തിയിരിക്കുകയാണ്. ഇന്ന് മഷൂദിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് വിനോദാണ്. വിനോദിന്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. വിനോദിന്റെ ഭാര്യയുടെ പേരാണ് നിർമ്മല, മകളുടെ പേരാണ് ശാലിനി. നന്ദയുമായിട്ട് അവൻ ബ്രേക്കപ്പ് ആയിരുന്നു. അതിനുശേഷമാണ് നിർമ്മലയെ വിവാഹം കഴിച്ചതും. വിനോദിന്റെ മകളായിട്ടുള്ള ശാലിനിക്ക് ആസ്മയുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കുട്ടിയുടെ കയ്യിൽ ഇൻഹേലർ കാണും. അങ്ങനെ ഇരിക്കെ വിനോദിനൊരു കോൾ വരികയാണ്. വിളിച്ചത് ജാനകി ഡോക്ടറായിരുന്നു. ജാനകിയെ കാണുവാനായിട്ട് വിനോദ് ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം ജാനകി പറഞ്ഞതും. ജനിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് അമ്മമാരിൽ നിന്നാണ് കുട്ടികൾക്ക് കിട്ടുന്നതും. അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച സമയത്താണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന ആ ഒരു മരുന്നാണ് കൈഡോക്സിൻ, അതാണെന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടെത്തിയതും. ആ ഒരു മരുന്ന് കഴിച്ച എല്ലാ അമ്മമാരും പ്രസവിച്ച കുട്ടികൾക്കാണ് ഡയബറ്റീസ് വന്നിരിക്കുന്നതും. നിങ്ങളുടെ കമ്പനി ഒരു സ്റ്റഡീസ് എന്ന പേരിലല്ലേ ഈ മരുന്ന് ഇറക്കിയിരിക്കുന്നതും. പക്ഷേ അന്വേഷിച്ച സമയത്ത് ഒരു സ്റ്റഡീസും നടന്നിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായെന്നും ജാനകി പറയുന്നു. എത്ര കുട്ടികൾക്കാണ് ഡയബറ്റീസ് വന്നതെന്ന് ജാനകിയോട് അവൻ ചോദിക്കുന്ന സമയത്ത് അവൾ ഒരു സ്ഥലത്തേക്ക് വിനോദിനെ വിളിച്ചുകൊണ്ടു പോകുന്നു. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു.
ആ കുട്ടികളുടെ എല്ലാവരുടെയും അമ്മമാർ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വിനോദിന്റെ കമ്പനി കൊടുത്ത കൈഡോക്സിൻ എന്ന മരുന്ന് കഴിച്ചവരാണെന്നും ജാനകി പറയുന്നു. ഇടയ്ക്ക് വെച്ച് ഈ ഒരു മരുന്നിന്റെ വിൽപ്പന സ്റ്റോപ്പായതാണ്. വലിയ ലാഭമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിറ്റ് പോകാത്തത് കൊണ്ട് ആ ഒരു മരുന്നിന്റെ വിൽപ്പന അവർ സ്റ്റോപ്പ് ചെയ്തു. വിനോദ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഈ ഒരു മരുന്ന് എങ്ങനെയെങ്കിലും ഒരുപാട് വിപണികളിൽ എത്തിക്കുക എന്നതായിരുന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി 2016 കാലഘട്ടമാണ് കാണിക്കുന്നത്. മഹാരാഷ്ട്ര ബോർഡറിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് മെഷീൻ ശരിയാക്കുവാനായിട്ട് കാച്ചി എന്ന മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അയാൾ കാണുന്ന കാഴ്ച, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇരുന്ന് എന്തൊക്കെയോ ഗുളികകൾ ഉണ്ടാക്കുന്നു. അതും ഗ്ലൗസ് പോലും ഇടാതെയാണ് അവർ ഗുളികകളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കാച്ചി വെറുമൊരു മെക്കാനിക് ആയിരുന്നില്ല. കാച്ചിയുടെ കയ്യിൽ ക്യാമറയും ഉണ്ടായിരുന്നു, അതും ആരും കാണാതെ. കാച്ചിയെ പറഞ്ഞു വിട്ടിരിക്കുന്നത് സാത്തി എന്ന സംഘടനയിൽ നിന്നും രാജീവും കൂട്ടരുമായിരുന്നു. കാച്ചി അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്റെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നു. ഇല്ലീഗലായിട്ടുള്ള മരുന്ന് നിർമ്മാണത്തെയും അത് വിപണിയിൽ എത്തിക്കുന്നതിനെക്കുറിച്ചും ജനങ്ങളെ അറിയിക്കണമെന്നതായിരുന്നു രാജീവിന്റെ ഉദ്ദേശവും. എന്നാൽ ഒരു ഘട്ടത്തിൽ കാച്ചിയുടെ കൈവശം ക്യാമറയുണ്ട് എന്നുള്ള കാര്യം ഗ്രാമവാസികൾക്ക് മനസ്സിലായി. അവരെല്ലാവരും ചേർന്ന് കാച്ചിയെ പിടികൂടുവാനായും ശ്രമിക്കും. എന്നാൽ കാച്ചി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. വിനോദും ജാനകിയും ചേർന്ന് കൈഡോക്സിൻ എന്ന മരുന്നിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് ഫയലൊക്കെ ചെക്ക് ചെയ്യുന്നു. എന്നാൽ ആ മരുന്ന് കഴിച്ച ആളുകളുടെയൊക്കെ ഡീറ്റെയിൽസ് മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതും. എന്തൊക്കെയോ തെറ്റായി നടക്കുന്നു എന്ന ചിന്ത ജാനകിക്കുണ്ടാകുന്നു. ഈ ഒരു മരുന്നിനെ കുറിച്ച് വിനോദാണെങ്കിൽ തന്റെ ഹെഡായിട്ടുള്ള ജാസ്മിനും അരവിന്ദിനും മെയിൽ അയക്കും. ഇനി വരാൻ പോകുന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച് നമുക്ക് ഈ കാര്യം സംസാരിക്കാമെന്നായിരുന്നു ജാസ്മിന്റെയും അരവിന്ദിന്റെയും മറുപടി. എന്നാൽ ജാനകി പറയുന്നത്, ഈ മരുന്ന് കഴിച്ച് എന്റെ ഏതെങ്കിലും പേഷ്യന്റിന് വല്ല പ്രശ്നവും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് അറ്റം വരെയും പോകും. കമ്പനി പൂട്ടിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കുമെന്നും ജാനകി പറയുന്നു. അങ്ങനെ വിനോദ് അരവിന്ദും ജാസ്മിനും നടത്തുന്ന ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുകയാണ്. RX ലൈഫ് പുതുതായിട്ടൊരു മരുന്നും ലോഞ്ച് ചെയ്യുവാനായി പോകുന്നു. ചെറിയ കുട്ടികളിലൊക്കെ വരുന്ന ചുമ മാറുവാൻ വേണ്ടിയിട്ട് അവർ ലോഞ്ച് ചെയ്യുന്ന മരുന്നായിരുന്നു അത്. എന്നാൽ കൈഡോക്സിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് വിനോദിന് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. വിനോദ് നേരെ പോകുന്നത് ജാസ്മിനെ കാണുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ജാസ്മിൻ ഉടനെ തന്നെ വിനോദിനോട് പറയും, നിനക്ക് പ്രൊമോഷൻ തരുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചുവെന്നതായിരുന്നു. അപ്പോഴവിടേക്ക് അരവിന്ദും വരും. അരവിന്ദിന്റെ സംസാരത്തിൽ നിന്നും കൈഡോക്സിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നുവെന്നത് വിനോദിന് മനസ്സിലായി. അരവിന്ദ് പറയുന്നതോ, കൈഡോക്സിൻ കഴിച്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഡയബറ്റിക്സ് വരും. ആ ഒരു അസുഖം മാറുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നിറക്കും. ഡയബറ്റിക്സിന്റെ മരുന്ന് കഴിച്ച് ചിലപ്പോൾ അവർക്ക് ഹാർട്ടിന് പ്രശ്നം വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നും നമ്മൾ ഇറക്കും. ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ എന്നതായിരുന്നു അരവിന്ദിന്റെ മറുപടി. അത് കേട്ടതും വിനോദിന് എന്തൊക്കെയോ പോലെ തോന്നുന്നു. അവന് വല്ലാത്ത കുറ്റബോധവും തോന്നുന്നു. അങ്ങനെ അടുത്ത ദിവസം RX ലൈഫ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയ മരുന്നുമായിട്ട് പീഡിയാട്രീഷ്യൻ അടുത്തേക്ക് എത്തുകയാണ്. ഡോക്ടറാണെങ്കിൽ ഒരുപാട് കുട്ടികളിൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെല്ലാം വിനോദ് കാണുന്നു. കൈഡോക്സിൻ കാരണമുണ്ടായ പ്രശ്നങ്ങളെല്ലാം വിനോദിന് നന്നായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ഈ ഒരു മരുന്ന് കൊണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ചിന്തയായിരുന്നു വിനോദിന്. അതേ സമയത്തായിരുന്നു ജാനകി അവനെ വിളിച്ചതും. ഒന്ന് കാണണമെന്നും പറയും. അങ്ങനെ ജാനകി പറഞ്ഞ സ്ഥലത്തേക്കാണ് വിനോദ് എത്തുന്നത്. അത് പഴയ നഴ്സായിട്ടുള്ള സാവിത്രിയുടെ വീടായിരുന്നു. ആദ്യമായിട്ട് കൈഡോക്സിൻ ജാനകി പ്രിസ്ക്രൈബ് ചെയ്തത് സാവിത്രിക്ക് വേണ്ടിയിട്ടല്ലേ. സാവിത്രിയുടെ മകനും ഡയബറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിനോദിനെ വിളിച്ചിരിക്കുന്നത്. ജാനകി എന്നെ കേസ് കൊടുക്കുവാനായിട്ട് കരുതിയിരുന്നതാ. പക്ഷേ തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവൾ ഇതിനൊന്നും ഇറങ്ങാത്തത് എന്നതായിരുന്നു സാവിത്രി പറഞ്ഞതും. അങ്ങനെ ജാനകിയാണെങ്കിലോ കൈഡോക്സിൻ കഴിച്ച് ഡയബറ്റീസ് ബാധിച്ച കുട്ടികളുടെ എല്ലാവരുടെയും വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് തെളിവായിട്ട്. ആ ഒരു വീഡിയോസ് എല്ലാം വിനോദിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിനോദ് അവരെ സഹായിക്കുമോ എന്നതായിരുന്നു സാവിത്രിയുടെ ചിന്തയും. സാവിത്രിക്കാണെങ്കിൽ വിനോദിനൊട്ടും വിശ്വാസമേ ഇല്ല. പക്ഷേ വിനോദ് ജാനകിയോട് പറയുന്നത്, നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. ഇനിയും തെളിവുകൾ സംഘടിപ്പിക്കുവാനായിട്ട് ഞാനും സഹായിക്കുമെന്നും വിനോദ് പറയുന്നു. അതിനുശേഷം വിനോദ് നേരെ പോകുന്നത് അലക്സിന്റെ അടുത്തേക്കാണ്. ആദ്യം വിനോദിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതെല്ലാം അലക്സ് ആയിരുന്നല്ലോ. എന്നാൽ കുറെ നാൾ കഴിഞ്ഞതും അലക്സ് ജോലി വിട്ട് റിയൽ എസ്റ്റേറ്റിലൊക്കെ പോയി. അലക്സ് പറയുന്നത്, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് പിന്നീടാ മനസ്സിലായത്. എന്റെ മകൾക്ക് ക്യാൻസർ വന്നതോടുകൂടി ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്റെ മകൾക്ക് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങാൻ ഇറങ്ങിയ സമയത്താണ് ഇതിന്റെ എല്ലാത്തിന്റെയും ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായതെന്നും അലക്സ് പറയുന്നു. വിനോദിനെ സഹായിക്കുവാനായിട്ട് അലക്സും തീരുമാനിക്കും. അങ്ങനെ വീട്ടിലെത്തി ഉറങ്ങുവാനായി കിടന്ന വിനോദിന്റെ മനസ്സിൽ മുഴുവൻ വയ്യാത്ത കുട്ടികളുടെ എല്ലാവരുടെയും മുഖങ്ങളായിരുന്നു. വിനോദ് ഞെട്ടി ഉണരും. എന്നിട്ട് പോയി തന്റെ മകളുടെ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്യും. മകൾക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വിനോദ് ചിന്തിക്കുന്നു. വിനോദിന് ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. വിനോദിന്റെ പ്രശ്നമെല്ലാം അറിഞ്ഞ ഭാര്യയാണെങ്കിൽ ആ ഒരു കമ്പനിക്കെതിരെ പോരാടുവാനായിട്ട് വിനോദിനെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ കൈഡോക്സിൻ എന്ന മരുന്ന് കഴിച്ച് ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായത് ജാസ്മിനൊക്കെ അറിഞ്ഞല്ലോ.
അതുകൊണ്ട് തന്നെ കൈഡോക്സിൻ എന്ന മരുന്നിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും നശിപ്പിച്ച് കളയുവാനായിട്ടും അവർ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നുമുള്ള കൈഡോക്സിൻ എന്ന മരുന്നിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുവാനായിട്ട് അവർ ഏൽപ്പിച്ചതോ വിനോദിനെയായിരുന്നു. അവരുടെ ഏറ്റവും വിശ്വസ്തനായ ജോലിക്കാരനായിരുന്നല്ലോ വിനോദ്. വിനോദ് അങ്ങനെ പോയി ആ ഒരു കൈഡോക്സിൻ എന്ന മരുന്നിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കൊണ്ടുവരും. പക്ഷേ അത് കൊണ്ടുവരുന്നത് RX ലൈഫിലേക്കായിരുന്നില്ല. അവൻ നേരെ അതുമായി പോകുന്നത് രാജീവിന്റെ അടുത്തേക്കായിരുന്നു, സാതി എന്ന സംഘടനയിലേക്ക്. മുൻപ് രാജീവ് തന്റെ വിസിറ്റിംഗ് കാർഡ് വിനോദിനെ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നല്ലോ. അന്ന് വിനോദ് വിസിറ്റിംഗ് കാർഡ് വാങ്ങിയിട്ട് രാജീവിനെ കാണുവാൻ വേണ്ടിയിട്ട് ചെന്നിരുന്നു. തന്നോടൊപ്പം നിൽക്കണമെന്നും RX ലൈഫിനെതിരെ പോരാടണമെന്നുമായിരുന്നു രാജീവ് പറഞ്ഞതും. പക്ഷേ തന്റെ അമ്മയുടെ ഡയാലിസിസിന്റെ കാര്യമെല്ലാം RX ലൈഫ് നോക്കുന്നത് കൊണ്ട് തന്നെ അന്ന് വിനോദിന് അവർക്കൊപ്പം നിൽക്കുവാനായി കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് വിനോദ് RX ലൈഫ് ചെയ്യുന്ന ക്രൂരതകളെല്ലാം മനസ്സിലാക്കി രാജീവിനൊപ്പം നിൽക്കുകയാണ്. പക്ഷേ ജാനകി പറയുന്നുണ്ട്, RX ലൈഫിനെതിരെ നിൽക്കുന്നത് അവരറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമെന്നൊക്കെ വിനോദിനോട് പ്രത്യേകം ജാനകി പറയും. RX ലൈഫിനെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള സകല തെളിവുകളും അവർ കണ്ടുപിടിച്ചിരുന്നു. സാത്തിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ വിനോദ് തന്റെ റെസിഗ്നേഷൻ ലെറ്ററും RX ലൈഫിലേക്ക് അയച്ചിരുന്നു. എന്നാൽ അവർ ആദ്യം പണി കൊടുത്തത് ജാനകിക്കിട്ടാണ്. ഹോസ്പിറ്റലിലായിരുന്ന ജാനകിയെ കാണുവാൻ വേണ്ടിയിട്ട് ഓൾറെഡി മരിച്ചൊരു പേഷ്യന്റിനെ കൊണ്ടുവരും. ജാനകി കൃത്യസമയത്ത് നോക്കാത്തത് കൊണ്ടാണ് പേഷ്യന്റ് മരിച്ചു പോയതെന്ന് പറഞ്ഞ് കൂടെ വന്നവരെല്ലാരും ചേർന്ന് ജാനകിയെ കയ്യേറ്റം ചെയ്യുവാനും തുടങ്ങി. എന്നാൽ വിനോദ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കൃത്യസമയത്ത് ആ പ്രശ്നത്തിൽ ഇടപെട്ട് ജാനകിയെ രക്ഷിക്കും. ജാനകിക്ക് നന്നായിട്ട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജാനകിയെ വിനോദ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ഹോസ്പിറ്റലിലുള്ള മറ്റൊരു ഡോക്ടർ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാനകി വിനോദിനെയും കൂട്ടി തന്റെ വീട്ടിലേക്കാണ് വരുന്നതും. അതേസമയം തന്നെയായിരുന്നു അവിടേക്ക് പോലീസ് വരുന്നതും. ജാനകി വിചാരിച്ചത് ജാനകിയുടെ ഈ പ്രശ്നത്തില് ഹോസ്പിറ്റലുകാർ കേസ് കൊടുത്തത് കൊണ്ടാണ് പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതെന്ന. പക്ഷേ അല്ലായിരുന്നു. RX ലൈഫ് വിനോദിനെതിരായിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു അത്രേ. വിനോദ് അവരുടെ ഫയലെല്ലാം മോഷ്ടിച്ചുവെന്നാണ് കേസ് കൊടുത്തിരിക്കുന്നതും. അങ്ങനെ പോലീസുകാരാണെങ്കിൽ വിനോദിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. പോലീസുകാർക്കൊപ്പം വിനോദും പോവുകയാണ്. എന്നാൽ വിനോദിനെ ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ജാനകിയും രാജീവും ചെയ്തിരുന്നു. രാജീവിന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്. എന്നാൽ രാജീവ് ആണെങ്കിലോ ഈ ഒരു പ്രശ്നത്തിനിടയിലും വിനോദിനെ ജയിലിൽ നിന്ന് ഇറക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര തിരക്ക് വന്നാലും ഭാര്യയുടെ കാര്യം നന്നായിട്ട് നോക്കുന്നതിൽ രാജീവ് ഒരു കുറവും വെച്ചിട്ടില്ല. അങ്ങനെ രാജീവ് നേരെ കോടതിയിലേക്കാണ് എത്തുന്നതും. കോടതിയിൽ എത്തുന്ന സമയമായിരുന്നു രാജീവിന്റെ ഭാര്യ മരണപ്പെട്ട വിവരം രാജീവ് അറിയുന്നത്. ആ ഒരു സങ്കടമെല്ലാം മനസ്സിലൊതുക്കി രാജീവ് കേസ് അറ്റൻഡ് ചെയ്യുന്നു. ഒടുവിൽ വിനോദിന് ജാമ്യം കിട്ടുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ജാനകി ഒരു ഹാപ്പി ന്യൂസ് അറിയും. എന്തെന്നാൽ ജാനകി പ്രഗ്നന്റ് ആണ്. പക്ഷേ ഫോണിലൂടെ ഭർത്താവിനെ അറിയിക്കേണ്ട എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നതും. ഭർത്താവ് ലണ്ടനിലേക്ക് പോയിട്ട് കുറച്ചു ദിവസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് ലണ്ടനിൽ പോയി ഭർത്താവിന് സർപ്രൈസ് കൊടുക്കാമെന്നതായിരുന്നു ജാനകിയുടെ പ്ലാനും. അങ്ങനെ ജാനകി വിനോദിന് ജാമ്യം കിട്ടിയത് കൊണ്ട് തന്നെ വിനോദിനെ കാണുവാനായിട്ട് പോകും. അതേസമയമായിരുന്നു ജാനകി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ നഴ്സ് അവളെ കോൾ ചെയ്യുന്നതും. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആലുവയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞതും കോള് കട്ടായി. അപ്പോൾ ജാനകിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. താൻ എവിടെ പോകുന്നെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് വിളിച്ചതാണോ എന്ന സംശയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജാനകി വീണ്ടും യൂട്ടേൺ എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് അതുവഴിയാണ് കോടതിയിലേക്ക് എത്തിയിരിക്കുന്നതും. ജാമ്യം കിട്ടിയ വിനോദ് പറയുന്നുണ്ട്, ഞാൻ നാളെ എൻ്റെ വൈഫിനെയും കുട്ടിയെയും കൂട്ടി ഞാൻ അങ്ങ് ദുബായിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഞാനും നാളെ ലണ്ടനിലേക്ക് പോവുകയാണെന്ന് ജാനകിയും പറയുന്നു. RX ലൈഫിനെതിരായിട്ട് ഇവർ പോരാടുന്നത് കൊണ്ട് തന്നെ സേഫായിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് രണ്ടാളും രണ്ടു വഴിക്ക് പോകുവാനായി തീരുമാനിച്ചത്. അങ്ങനെ ആ ഒരു കോടതി വളപ്പിൽ നിന്നും രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നു. അങ്ങനെ കോടതിയിൽ വന്ന് വിനോദിനെ കണ്ടതിന് ശേഷം ജാനകി പോവുകയാണ്. എന്നാൽ ജാനകിയെ ഫോളോ ചെയ്ത് RX ലൈഫിന്റെ ആളുകൾ ഉണ്ടായിരുന്നു. ജാനകിയുടെ വണ്ടി ആക്സിഡന്റ് ആകും. അത് ചെയ്തത് RX ലൈഫിന്റെ ആളുകളാണ്. ജാനകി മരണപ്പെട്ടു. ആ ഒരു വിവരം വിനോദ് അറിയുകയാണ്. വിനോദ് അത് കേട്ട് ഞെട്ടിപ്പോകുന്നു. മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് വിനോദും എത്തിയിരുന്നു. എന്നാൽ അവിടേക്ക് സാവിത്രിയും സാവിത്രിയുടെ മകനും വന്നിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു സാവിത്രിയും മകനും. കാരണം അവരെ സഹായിച്ചു കൊണ്ടിരുന്നത് ജാനകിയായിരുന്നല്ലോ. വിനോദിനൊരു കാര്യം മനസ്സിലായി. RX ലൈഫിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാവരെയും അവർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. സാവിത്രിയുടെയും മകന്റെയും ജീവൻ ആപത്താണെന്നും വിനോദിന് മനസ്സിലായി. എന്നാൽ സാവിത്രിയും മകനും അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവരെ ഫോളോ ചെയ്തൊരു വണ്ടി പോകുന്നത് വിനോദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ മസൂദിനെയും വിളിച്ചുകൊണ്ട് ആ ഒരു വണ്ടിയെ ഫോളോ ചെയ്തു പോകും. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു. അവർ കെണി വെച്ചത് സത്യത്തിൽ സാവിത്രിയും മകനെയും ആയിരുന്നില്ല. വിനോദിനു വേണ്ടിയിട്ട് അവർ ഒരുക്കിയ കെണിയായിരുന്നു അത്. പക്ഷേ നല്ല മഴയായിരുന്നു. റെയിൻകോട്ടും ഇട്ടാണ് അവർ പോകുന്നതും. എന്നാൽ പാലത്തിന് മുകളിൽ വെച്ച് ഒരു ഫൈറ്റ് നടക്കുകയും അവരവിടെ നിന്നും ഒരാളെ തള്ളി താഴേക്കിടുന്നു.
പക്ഷെ അവർ വിനോദ് എന്നും പറഞ്ഞിട്ടത് മസൂദിനെയായിരുന്നു. മസൂദ് മരണപ്പെട്ടു പോയി. എങ്ങനെയൊക്കെയോ വിനോദ് ഒരുവിധം രക്ഷപ്പെടുകയാണ്. ജാനകിയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ തകർന്നു പോയത് ഭർത്താവായ വിജയായിരുന്നു. വിജയെ കാണുവാനായിട്ട് പോലീസുകാരെത്തും. ജാനകിയുടെ മരണം ഒരു ആക്സിഡന്റ് ആണെന്നും മരിച്ചതിനു ശേഷം ബാഗിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങൾ മോഷണം പോയി, അത് മിക്കവാറും ആക്സിഡന്റായി കിടന്ന സമയത്ത് ആരെങ്കിലും പറക്കിക്കൊണ്ട് പോയതായിരിക്കുമെന്നും പോലീസുകാർ പറയുന്നു. CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ജാനകി പോയ വഴികളെല്ലാം അതിൽ നിന്ന് മനസ്സിലാകും. എന്നാൽ ഒരു സ്ഥലത്ത് വെച്ച് ടേൺ എടുത്ത് ജാനകി എങ്ങോട്ടോ പോയി. കുറച്ചു സമയം കഴിഞ്ഞാണ് അവിടെ നിന്ന് വന്നതെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ വിജയിയോട് പറയുന്നു. അങ്ങനെ വിജയിയാണെങ്കിൽ ജാനകി പോയ അതേ റൂട്ടിലെത്തിയിട്ട് ജാനകിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവരെ അറിയുമോ എന്ന് എല്ലാവരോടും തിരക്കും. എന്നാൽ ഒരു ചായക്കടക്കാരൻ ജാനകിയെ തിരിച്ചറിയുകയാണ്. ദേ ആ കാണുന്ന പോസ്റ്റ് ഓഫീസിലേക്ക് കയറിപ്പോകുന്ന കണ്ടു എന്നും അയാൾ പറയുന്നു. അങ്ങനെ വിജയിയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിക്കുകയാണ്. ജാനകി മുൻകൂട്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. RX ലൈഫിനെ കുറിച്ചുള്ള കുറേ തെളിവുകൾ തന്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം രാജീവിന് അയച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിരുന്നത്. രാജീവിന് അയച്ചു കൊടുത്തത് സാവിത്രിയുടെ മകനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ആയിരുന്നു. തന്റെ ഭാര്യയുടെ മരണത്തിന് പിന്നിൽ ഏതൊക്കെയോ വമ്പൻ ടീം ഉണ്ടെന്നുള്ള കാര്യം വിജയ്ക്ക് മനസ്സിലായി. തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമായവരെ എല്ലാവരെയും ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് സാത്വിക്കൊപ്പം നിൽക്കുകയാണ് വിജയ്. എന്നാൽ വിനോദ് തന്റെ ഭാര്യയും മകളെയും മാത്രം ദുബായിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വിനോദ് നാട്ടിൽ നിൽക്കുകയാണ്. വിനോദ് നേരെ വരുന്നത് രാജീവിനെ കാണാൻ വേണ്ടിയിട്ടാ. ഇനി എന്തായാലും RX ലൈഫിന്റെ പതനം കാണാതെ താൻ ഇനി എങ്ങോട്ടും പോകില്ല എന്നും വിനോദ് പറയുന്നു. എന്നിട്ട് രാജീവിനൊപ്പം ചേർന്നുകൊണ്ട് RX ലൈഫിനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം സംഘടിപ്പിക്കുകയാണ്. ഈ ഒരു വിവരം RX ലൈഫിലുള്ളവർ അറിയുന്നു. അവർക്ക് മസൂദിന്റെ മരണത്തിൽ നല്ല സങ്കടമുണ്ടായിരുന്നു. ആളുമാറിയാണല്ലോ കൊല ചെയ്യപ്പെട്ടതും അവൻ. RX ലൈഫിന്റെ ഹെഡായിട്ടുള്ള അരവിന്ദിനടുത്തേക്ക് എത്തുകയാണ് ജാസ്മിൻ. RX ലൈഫിനെതിരായിട്ട് ഒരുപാട് കേസുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുന്നു. നീ ഇവിടുത്തെ കാര്യം ഓർത്ത് പേടിക്കണ്ട, കോടതിയിലേക്ക് നീ പോകുവാനായിട്ടും ജാസ്മിൻ അരവിന്ദിനോട് പറയും. എന്നാൽ അരവിന്ദാണെങ്കിൽ വല്ലാത്ത ദേഷ്യമായിരുന്നു. അരവിന്ദാണെങ്കിൽ രാജീവിനെയും വിനോദിനെയും കൊല്ലുവാനായിട്ട് തങ്ങളുടെ ആളുകളെ പറഞ്ഞയക്കും. പക്ഷേ സാത്തിയുടെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ കഷ്ടിച്ചാണ് വിനോദും രാജീവും രക്ഷപ്പെട്ടത്. എന്നാൽ ജാസ്മിൻ ആണെങ്കിലോ RX ലൈഫിനെതിരായിട്ട് വരാൻ ചാൻസ് ഉള്ള സകല ഫയലുകളും കണ്ടെത്തി നശിപ്പിച്ചു കളയും. മാത്രമല്ല കൈഡോക്സിൻ എന്ന മരുന്നിനെ കുറിച്ച് സംബന്ധിക്കുന്ന സകല ഫയലുകളും അവർ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. ഇനി എന്ത് ചെയ്യാനാ, എന്ത് തെളിവുകളാ ഇവർക്കെതിരായിട്ടുള്ളതെന്നും ജാസ്മിൻ ചിന്തിക്കുന്നു. അതേസമയം വിനോദാണെങ്കിലോ സകല നാട്ടിലും സഞ്ചരിച്ച് RX ലൈഫിനെതിരായിട്ടുള്ള തെളിവുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടതിയിലേക്ക് കേസെത്തുകയാണ്. രാജീവ് ഏർപ്പാടാക്കിയ വക്കീലൊന്നും വന്നില്ല. കാരണം വക്കീലിന്റെ സുഖമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കേസ് വാദിക്കുവാനായി എത്തിയിരിക്കുന്നത് ജൂനിയർ വക്കീലും. പക്ഷേ അതോടുകൂടി രാജീവിന്റെ കോൺഫിഡൻസിൽ പോയി. കേസിൽ തോക്കുമോ എന്ന സംശയമുണ്ടായി. എന്നാൽ അരവിന്ദിന്റെയൊക്കെ ടീം, അതായത് RX ലൈഫിന്റെ ടീം വാദിക്കുന്നതോ RX ലൈഫ് നിർമ്മിച്ച കൈഡോക്സിൻ എന്ന മരുന്ന് കാരണം ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ടായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ കമ്പനി ആ ഒരു മരുന്നിന്റെ ഉൽപാദനം നിർത്തലാക്കി. മരുന്ന് കാരണം പ്രശ്നമുണ്ടായ ഓരോ ഫാമിലിക്കും 20 ലക്ഷം രൂപ വെച്ച് കൊടുക്കുവാനായിട്ട് കമ്പനി തയ്യാറാണെന്നും വക്കീൽ വാദിക്കുന്നു. മരുന്നിപ്പോൾ വിപണിയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ കോടതിയും കോമ്പൻസേഷൻ കൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുവാനായിട്ടും തയ്യാറാകുന്നു. എന്നാൽ അവിടെയാണ് ഒരു ടെസ്റ്റ്. കോടതിക്ക് മുന്നിലായിട്ട് ഒരുപാട് കുട്ടികൾ വണ്ടിയിൽ വന്നിറങ്ങുന്നു. അവരൊന്നും കൈഡോക്സിൻ കഴിച്ചതായിരുന്നില്ല. ചെറിയ കുട്ടികൾക്ക് ചുമയ്ക്ക് വേണ്ടിയിട്ട് അവരൊരു മരുന്ന് തയ്യാറാക്കിയില്ലേ, ആ മരുന്ന് കഴിച്ച് പ്രശ്നമുണ്ടായ കുട്ടികളാണ് ആ വന്നിരിക്കുന്നതും. അത്രയും നാൾ എല്ലാവരും കരുതിയത് കൈഡോക്സിനെതിരായിട്ടാണ് വിനോദ് തെളിവ് സംഘടിപ്പിക്കുന്നത് എന്നായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് RX ലൈഫ് കൈഡോക്സിനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചത്. എന്നാൽ വിനോദ് കൈഡോക്സിന്റെ പിറകെ ആയിരുന്നില്ല പോയത്. കുട്ടികളിലെ ചുമയ്ക്ക് വേണ്ടിയിട്ട് RX ലൈഫ് കണ്ടെത്തിയ ആ ഒരു മരുന്ന് കാരണം പ്രശ്നമുണ്ടായ കുട്ടികളെ അന്വേഷിച്ചായിരുന്നു. കുട്ടികളെ എല്ലാവരെയും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി നിർത്തി. അതോടുകൂടി RX ലൈഫ് തോറ്റുപോവുകയാണ്. RX ലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയെ പൂട്ടിക്കെട്ടുവാനായിട്ടും കോടതി ഉത്തരവിട്ടു. അതോടുകൂടി വിനോദും രാജീവും അവരുടെ ടീം എല്ലാവരും വിജയിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. RX ലൈഫ് എന്ന കമ്പനി പൂട്ടുവാനായിട്ട് കോടതി ഉത്തരവിട്ടതോടുകൂടി അരവിന്ദ് ഒളിവിൽ പോയി. അരവിന്ദ് ഇപ്പോൾ ഉള്ളത് ഒരു ലോഡ്ജിലാണ്. അവൻ അവിടുത്തെ ന്യൂസ് വഴി കമ്പനി പൂട്ടിയ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അവൻ ആഗ്രഹിച്ച് കെട്ടിപ്പടുത്തുയർത്തിയ അവന്റെ കൊട്ടാരം ഇപ്പോൾ നശിച്ചിരിക്കുകയാണല്ലോ. അതിൽ മനംനൊന്ത് അരവിന്ദ് ആത്മഹത്യയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് RX ലൈഫ് എന്ന കമ്പനി തകർന്നതോടുകൂടി സാത്തി ഉയർന്നു വന്നു. സാത്തിയുടെ CEO ആയിട്ട് രാജീവ് വിനോദിനെ നിയമിക്കും. എന്നാൽ മറ്റൊരു വശത്ത് വിജയ് ആണെങ്കിലോ തന്റെ ഭാര്യ മരിച്ചുപോയതോടുകൂടി തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ പേരിൽ തന്നെ ഒരു ഹോസ്പിറ്റലും ആരംഭിച്ചു. നന്ദയാണെങ്കിലോ പുതിയൊരു കമ്പനിയിൽ നല്ല ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതും ഇതുപോലുള്ള മോശം ചെയ്യുന്ന കമ്പനിയിലേക്കല്ല. മാത്രവുമല്ല സാവിത്രിയുടെ മകനാണെങ്കിലോ ഇപ്പോൾ പഴയതുപോലെ തന്നെ നല്ല ആക്റ്റീവായി ക്രിക്കറ്റ് കളിക്കുവാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. എല്ലാവരുടെയും ലൈഫ് നന്നായി പോകുന്നത് കാണിക്കുകയാണ്. സത്യം ജയിച്ചതിൽ ഒരുപാട് ജനങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ സാത്തി ഉയർന്നു വരികയാണ്. ലോകം മുഴുവൻ സാത്തി അറിയപ്പെടുവാൻ
ആവാനായും തുടങ്ങി. അവരുടെ ഇനിയുള്ള ലക്ഷ്യം എന്തെന്നാൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനികളെ പൂട്ടിക്കെട്ടുക, വാക്സിൻ നിർമ്മിക്കുന്നവർക്കെതിരായിട്ട് പോരാടുക എന്നതായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യവും. അതോടുകൂടി സീരീസിന്റെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.